ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദർശനമായിട്ടുള്ള നമ്മുടെ വേദയുടെ വിവാഹത്തിൻ്റെ അന്ന് തന്നെ വിക്രം പോയി കരഞ്ഞ് പറഞ്ഞ് വേദയെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മറ്റൊരാളുമായിട്ട് വിവാഹം നടത്താൻ ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് പരസ്പരം തങ്ങളെ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് രണ്ടുപേരും മനസ്സിലാക്കുന്നത്. എന്നാൽ താൻ ഒരിക്കലും വിക്രം ഒന്ന് തിരിച്ച് വിളിക്കാതെ, വിക്രം മനസ്സ് തുറന്ന് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാതെ ഞാൻ വരില്ല എന്ന വാശിയിൽ തന്നെയായിരുന്നു വേദ. എന്നാൽ അവസാന നിമിഷം വരെ വിക്രം എന്ന് വിളിക്കുമെന്നുള്ള മനസ്സോടു കൂടി തന്നെയാണ് വേദയും വിവാഹ പന്തലിലേക്ക് ഇറങ്ങിയതും. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് പരസ്പരം രണ്ടുപേരും മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ സ്നേഹിച്ച് മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വേദ ഗർഭിണിയാവുന്നത്. എന്നാൽ വിക്രമിനെ കുറേ സിംറ്റംസ് ഒക്കെ കാണിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ലാസ്റ്റ് നമ്മുടെ വിഷുവിൻ്റെ മോള് പറഞ്ഞിട്ടാണ് ഒരു കുഞ്ഞുവാവ എനിക്കൊരു കുഞ്ഞനീത്തി വരാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ വിക്രമിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഈ സമയം നമ്മുടെ വേദയാണെങ്കിൽ ആകെ നാണത്തോടൊക്കെ നിൽക്കുമായിരിക്കും. പിന്നീടായിട്ട് വിക്രമിന് വേദയെ എങ്ങനെ പരിചരിക്കണമെന്ന് അറിയുന്നേയില്ല. വിക്രമിനൊരു പെൺകുട്ടി വേണമെന്നാണ് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. എന്നാൽ നമ്മുടെ വേദയ്ക്കാണെങ്കിൽ വിക്രമിനെ പോലെ തന്നെ ഒരു ആൺകുട്ടി വേണമെന്നാണ് കേട്ടോ ആഗ്രഹം. അങ്ങനെ നമ്മുടെ വേദയ്ക്കാണെങ്കിൽ ഭക്ഷണം ഒന്നും കഴിക്കാൻ വയ്യ. എന്ത് കഴിച്ചാലും ഛർദ്ദിക്കാൻ വരവും ഓക്കാനും മനംപുറത്തലും ഒക്കെയാണ് കേട്ടോ. എന്നാൽ ഇത് കണ്ടിട്ട് വിക്രമിന് ആകെ ടെൻഷനാവുന്നുണ്ട്. എന്നാൽ കമലാമ്മയും ശ്രീജയും ഒക്കെ പറയുന്നുണ്ട് എന്തായാലും വേദയ്ക്ക് ഇങ്ങനെയൊക്കെയാണ്, ഒരു കുഞ്ഞുവാവ വരാൻ പോകുന്നതിൻ്റെ ആണ്, അതുകൊണ്ടാണ് വേദയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തത്, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിക്രമിന് ഒരു മനസ്സമാധാനം ഉണ്ടാവുന്നില്ല കേട്ടോ. അങ്ങനെ വേദയെ എന്ത് കഴിപ്പിക്കാമെന്നുള്ള ടെൻഷനിൽ നടക്കുകയാണ്. എന്നാൽ നമ്മുടെ വേദയാണെങ്കിൽ കുറേ പച്ചമാങ്ങയും ഉപ്പും ഒക്കെ ഇങ്ങനെ കൂട്ടി തിന്നോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇതിനൊക്കെ വിക്രം ഇങ്ങനെ വഴക്ക് പറയാണ്, നീ ഇതൊക്കെ തിന്നുന്നതുകൊണ്ടാണ് നിനക്ക് എപ്പോഴും ഛർദിലൊക്കെ ഉണ്ടാവുന്നത്, ഇതൊന്നും തിന്നണ്ട, ഞാൻ തേണ്ട ആപ്പിൾ ജ്യൂസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, ഇതൊക്കെ കുടിക്കെന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്ന് കൊണ്ടു കൊടുക്കുകയാണ്. എന്നാൽ വേദയ്ക്ക് ഇതൊന്നും കഴിക്കാനേ പറ്റുന്നില്ല. എന്നാൽ കമലാമ്മ വന്നിട്ട് പറയുന്നുണ്ട്, എടാ ഇപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞില്ലേ, അവൾക്ക് ഇഷ്ടമുള്ളത് അവളിപ്പോൾ കഴിച്ചോട്ടെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ, നിങ്ങളുടെ മോക്കെ ഇത് തന്നെ വേണമെന്നാ നിർബന്ധം, ഇങ്ങനെ ഇട്ട് അമ്മയിട്ട് കഷ്ടപ്പെടുത്തല്ലെന്നേ മോളോടൊന്ന് പറഞ്ഞേരെന്ന് ഇങ്ങനെ വിക്രമിനോട് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്, അതെ മോളുടെ അച്ഛനെ നീട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചതല്ലേ, അപ്പോൾ എൻ്റെ അച്ഛനെ കഷ്ടപ്പെടുത്തിയ നിനക്ക് ഇച്ചിരി ബുദ്ധിമുട്ടിയിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാ മോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സ്നേഹത്തോടു കൂടി രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം നന്ദിനി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. നന്ദിനിക്ക് ഇതൊന്നും കണ്ടിട്ട് അത്ര രസിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട്, പിന്നെ ലോകത്തിൽ ആദ്യമായിട്ടാ ആരോണ്ട് ഇവിടെ ഗർഭിണിയായിരിക്കുന്നത്, ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം തന്നെ എന്നും പറഞ്ഞ് ഇത്ര ഓവർ ആക്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, എന്താ നന്ദിനി നിനക്ക്, നീ ഒന്ന് മിണ്ടാതിരുന്നൂടെ, അവര് ഭാര്യയും ഭർത്താവും അല്ലേ, അവരിഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ, നമ്മളൊന്നിനും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീജിയാണെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് കുറച്ച് ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് വരുന്നുണ്ട്. മോളെ എന്തായാലും വിക്രമിന് വേണ്ടിയിട്ടെങ്കിൽ ഇതൊന്ന് കുടിക്കും മോളെ എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ നിർബന്ധിപ്പിച്ച് അതൊക്കെ കുടിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് കാണുമ്പോൾ വിക്രമിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മുടെ വേദയ്ക്കാണെങ്കിൽ ഒരാഗ്രഹം, വിക്രം എനിക്ക് മസാല ദോശ തിന്നണമെന്ന് ആഗ്രഹമുണ്ട്, അതെ എനിക്കല്ല നിങ്ങളുടെ മോന് വേണ്ടിയിട്ടാ, വേണമെങ്കിൽ മേടിച്ചു കൊടുത്താൽ മതി എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേൾക്കേണ്ട താമസം വിക്രമാണെങ്കിൽ അവിടെ നിന്ന് പാഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ കുറേ രാത്രിയായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ കുറേ കടകളൊക്കെ തപ്പി നടന്നിട്ടും കടയൊക്കെ ക്ലോസ് ആയിട്ടുണ്ടാവും. എന്നാലും വേദം പറഞ്ഞ് മസാല ദോശ ഇല്ലാതെ താൻ തിരികെ പോയില്ലെന്ന് വിചാരിച്ചിട്ട് കുറേ ദൂരം ഇങ്ങനെ രാത്രിയായിട്ടുണ്ട് പൊക്കോണ്ടേ, കടകളൊക്കെ അന്വേഷിച്ച് വിക്രം ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. വേദയാണെങ്കിൽ വിക്രമിനെ നോക്കി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇത്രയും നേരമായിട്ട് വിക്രം ഇത് എന്താ വരാത്തത്, ഈശ്വര ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കുമോ, ഞാൻ മസാല ദോശയ്ക്ക് പറഞ്ഞും പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ഓർത്തിട്ട് വേദ ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ കമലാമ്മ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, മോളെ ഈ സമയത്ത് ഉറക്കളയ്ക്കുന്നത് അത്ര നല്ലതല്ല,
വിക്രം എന്തായാലും എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. മോള് കിടന്ന് ഉറങ്ങാൻ നോക്കെന്ന് പറയാണ് കേട്ടോ. അല്ലമ്മേ, വിക്രം ഇതുവരെ വരാത്തത് കൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എന്നിങ്ങനെ പറയുകയാണെ. അങ്ങനെ കമലാമ്മയാണെങ്കിൽ വേദയുടെ തലയിലേക്ക് ഇങ്ങനെ തടവി കൊടുത്തിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഇത്രയും വിക്രമിനെ ഇത്രയും മാറ്റിയെടുത്തതല്ലേ, ഇനിയിപ്പോൾ അവൻ യാതൊരു പ്രശ്നത്തിലും പോയില്ല. മോൾ എന്തായാലും സമാധാനമായിട്ട് കിടക്കുക, അവനിങ്ങ് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് കമലാമ്മ, എനിക്ക് തീരെ സുഖമില്ല, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കമലാമ്മ കിടക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ കുറേ താമസിച്ചിട്ട് കുറേ കിറ്റൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത്. കുറേ മസാല ദോശയും ബജിയും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. ഒരു തട്ടുകട മുഴുവൻ കൊണ്ടുവന്നത് പോലെയുള്ള സാധനം കവറും ഒക്കെ ആയിട്ടായിരിക്കും വരിക. ഈ സമയം വിക്രമിനെ നോക്കി ഇരുന്ന് തന്നെ ഇങ്ങനെ വേദ അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. വിക്രമിനിങ്ങനെ വേദ ഇങ്ങനെ ചാഞ്ഞു കിടന്ന് ഉറങ്ങുന്ന കണ്ടിട്ട് വിക്രമിന് ഒരുപാട് സങ്കടം തോന്നുകയാണ് കേട്ടോ. എനിക്ക് വേണ്ടി കാത്തിരുന്നതാവും പാവം എന്ന് പറഞ്ഞിട്ട് വേദയുടെ തലയിലൊക്കെ ഇങ്ങനെ തടവി കവളിലൊക്കെ ഇങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ വേദ ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ വേദ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ണു തുറക്കുന്ന സമയത്ത് വിക്രം ഇങ്ങനെ വേദ ഇങ്ങനെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും പെട്ടെന്ന് തന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് അതെ, എനിക്ക് ഇന്ന് മസാല ദോശ കിട്ടിയില്ല, നാളെ മതിയോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ ചെറിയൊരു പിണക്കത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നി ഇത്രയും താമസിച്ചപ്പോഴേ നിങ്ങളെ എൻ്റെ മസാല ദോശയുടെ കാര്യമൊക്കെ മറന്നിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയതായിരിക്കും എന്ന് ഓർക്കാണ് കേട്ടോ. അങ്ങനെ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് വേദയ്ക്ക് ഇങ്ങനെ മസാല ദോശ ഇങ്ങനെ വേദയെ ഉറക്കച്ചെലവിൽ നിന്നൊക്കെ എഴുന്നേപ്പിച്ച് കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ വാരി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത്രയും നാൾ ഒരു ഫുഡും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വേദയാണെങ്കിൽ ഇങ്ങനെ ആർത്തിയോട് കൂടിയാണ് കേട്ടോ ഇങ്ങനെ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നത്. അങ്ങനെ വിക്രം ഇങ്ങനെ വാരി കൊടുക്കും. വേദ അത് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രം ഇങ്ങനെ വേദയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഈ സമയം കമലാമ്മയാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരാതെ എഴുന്നേറ്റ് വന്ന് ഇതെല്ലാം ഇങ്ങനെ നോക്കി കാണുകയാണ് കേട്ടോ. വിക്രം ഇങ്ങനെ ഇത്ര സ്നേഹത്തോടു കൂടി നമ്മുടെ വേദയെ പരിചരിക്കുന്ന കാണുമ്പോൾ കമലാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് കമലാമ്മയാണെങ്കിൽ ഇങ്ങനെ തൊണ്ട കൊണ്ട് ഒരൊച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. സാരമില്ല, ഭാര്യയ്ക്കല്ലേ, നീ കൊടുത്തോടാ, അത് കാണുന്നത് ഈ അമ്മയ്ക്ക് സന്തോഷമുള്ളെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. വിക്രമാണെങ്കിൽ ഇങ്ങനെ ആകെ ചമ്മിയിരിക്കുകയാണ്. എന്നിട്ട് ഈ സമയം ഇങ്ങനെ കമലാമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താടാ, ഒരു ബേക്കറി ഒരു ഹോട്ടൽ ഫുള്ളുണ്ടല്ലോ, ഇത് എന്താ ഇതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിന്, അമ്മേ ഞാൻ താമസിച്ചത് എന്താണെന്നറിയോ, ഇതൊന്നും ഞാൻ വാങ്ങിച്ചതല്ല, ഞാനൊരു മസാല ദോശ ചോദിച്ചു, എൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ആ കടക്കാരൻ ഇത് ഫുള്ളിങ്ങ് തന്നു വിട്ടു എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് നമ്മുടെ ശ്രീജിയും നന്ദിനിയും വിശ്വനും എല്ലാവരും എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. നീ ഇത്രയ്ക്കങ്ങ് മാറിയോ, ഈ വീട്ടിലേക്ക് ഒരു മുട്ടായി പോലും വാങ്ങിക്കൊണ്ട് വരാത്ത ആള് ഇപ്പൊ ഒരു ഹോട്ടൽ മുഴുവൻ കൊണ്ട് വെച്ചിരിക്കുന്നല്ലോ, നീ കൊള്ളാവില്ലോടാന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വീണ്ടും വിക്രം പറയുന്നുണ്ട്, അതെ ഇതൊന്നും ഞാൻ വാങ്ങിയതല്ല, ഇതേ ആ കടക്കാരൻ മുഴുവൻ എൻ്റെ ഭാര്യയ്ക്കാണെന്നും പറഞ്ഞ് തന്നുവിട്ടാന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും നന്ദിനിയാണെങ്കിൽ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ പറയുന്നത്, അയാൾ എന്തിനാ വേദയ്ക്ക് തന്നുവിടുന്ന, അതമ്മേ ഒരു വലിയ സംഭവമാണ്. ഇവൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ അയാൾ ഒരു കുഞ്ഞു കടയിട്ട് ഒരു ചായക്കട ഇവരുടെ കോളേജിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നത്രേ. ആ കടയിൽ ഒരു കുട്ടിയായിട്ട് ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു. അയാൾക്ക് കുട്ടിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് അവർക്ക് ചികിത്സിക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു. അങ്ങനെ വേദയാണ് ആ കുട്ടിക്ക് ചികിത്സിക്കാനുള്ള പൈസയും വേദയുടെ ഭക്ഷണവും ഒക്കെ അവർക്ക് കൊണ്ട് കൊടുത്തിരുന്നെന്ന്. ഇപ്പോൾ ആ കുട്ടി പഠിച്ച് നല്ലൊരു ജോലിയിലെത്തി, അവരുടെ കടയൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ വേദയുടെ കാര്യമാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ മോളാണ്, എൻ്റെ മോളെ പോലെയാണ് വേദയും, അതുകൊണ്ട് വേദയ്ക്ക് എന്തു കൊടുത്താലും മതിയാവില്ലെന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവൻ തന്നുവിട്ടാണെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ആ അങ്കിള് ഇതുവരെ എന്നെ മറന്നില്ലേ, ഞാനത് അന്നേരം മറന്നല്ലോ, ഞാൻ ചെറിയൊരു സഹായം ചെയ്തെന്നേ ഉള്ളൂ എന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് കമലാമ്മയ്ക്കും ശ്രീജയ്ക്കും ഒക്കെ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേദ പണ്ടേ ഇങ്ങനെ ആയിരുന്നല്ലേ, എല്ലാവരോടും കരുണയും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ഓർത്തിട്ട് എല്ലാവർക്കും സന്തോഷമാണ് കേട്ടോ. ഇന്ന് നന്ദിനിയുടെ മുഖമൊക്കെ ഇങ്ങനെ വല്ലാണ്ടാവുന്നുണ്ട്.
പിന്നെ വലിയൊരു മാലാക വന്നിരിക്കുന്നു. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ വേദയാണെങ്കിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. വിക്രമിന് ഇനി എന്താണ് വേദയെ തീറ്റിക്കേണ്ടതെന്നുള്ള ആകാംക്ഷയിൽ ഇരിക്കുകയാണ് കേട്ടോ. ബാക്കി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.